ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. 38 വർഷത്തെ സേവനത്തിന് ശേഷം അധ്യാപക സർവീസിൽ നിന്നും വിരമിക്കുന്ന കോഴിച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ശ്രീനിവാസൻ സാറിന് കോഴിച്ചാൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ആദരിച്ചു. പുളിങ്ങോ മണ്ഡലം 8-10 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യാത്രയയപ്പ് സമ്മേളനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ സെബാസ്റ്റ്യൻ കണ്ടത്തിൽ സ്വാഗതം ആശംസിച്ചു. റോഷി ജോസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AC പൗലോസ്, ബാലചന്ദ്രൻ മാസ്റ്റർ, തമ്പി കരികുളം, മറിയാമ്മ വർഗീസ് അമ്പാട്ട്, ജോസഫ് പുതുക്കുഴി, ടോമി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന റോഷി മാസ്റ്റർ അദ്ദേഹത്തെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അവരുടെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ ഈ യാത്രയയപ്പ് യോഗത്തിൽ നമ്മൾ ബഹുമാനിച്ച് ആദരിക്കുന്ന ഇങ്ങനെയൊരു യാത്രയയപ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ശ്രീനിവാസൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ സാറിന് പരിചയമുണ്ടാകും. ബാക്കി ഈ പ്രദേശത്തെ ആളുകൾക്ക് അത്രമാത്രം ശ്രീനിവാസൻ സാറ് പരിചിതനായിരിക്കുകയില്ല. അദ്ദേഹം നിങ്ങൾ കാണുന്നുണ്ട്, നല്ല വെള്ള കതറൊക്കെ ഇട്ട് ഒരു കറ തീർന്ന കോൺഗ്രസ്സുകാരനാണ്. 35 വർഷക്കാലം അധ്യാപക വൃത്തിയിൽ കണ്ണൂർ ജില്ലയിലെ കേളകം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു LP സ്കൂൾ അധ്യാപകനായി തൻ്റെ അധ്യാപക വൃത്തി ആരംഭിച്ച് നമ്മളെ തൊട്ടടുത്ത സ്കൂളിലെ കോഴിച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിക്കുന്ന ശ്രീനിവാസൻ സാറിനുള്ള ഒരു യാത്രയയപ്പ് സമ്മേളനമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യയന കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളുമായി മറ്റ് അനധ്യാപകരും അധ്യാപകരുമായി കൃത്യമായി സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ ആ സ്ഥാപനത്തെ ആ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 36 വർഷക്കാലം, ഞാൻ മനസ്സിലാക്കുന്നത് 36 വർഷക്കാലത്തോളം അധ്യാപകനെ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. 1989 കേളകത്ത് LP സ്കൂളിൽ അധ്യാപകനായി അധ്യയനം തുടങ്ങി. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന് മലയാളത്തിന് പ്രധാന ഹൈസ്കൂളിൽ മറ്റ് സാംസ്കാരിക പദത്തിൽ അദ്ദേഹം ഓർമ്മകാരനാണ്. പ്രദേശത്തിൽ സാംസ്കാരിക ചെറുപ്പങ്ങളുടെ നാട്ടിൽ ഉൾപ്പെടെ ആ രംഗത്തുകൂടി അദ്ദേഹം ഉപരിയായി അതോടൊപ്പം തന്നെ അധ്യാപകർക്കൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. കൊടുക്കുന്ന ഒരു അംഗീകാരങ്ങളും അദ്ദേഹത്തെ നാടുകളിൽ ഈ കോഴിച്ചാൽ സ്കൂളിനെ കുറിച്ച് അറിയാമായിരുന്നു. ഈ വിദ്യാലയം അറിയപ്പെട്ടത് തന്നെ കായിക ലോകത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത സംസ്ഥാനത്തെ ഒരു വിദ്യാലയമാണ്. ശ്രീ സജിമാഷയുടെ കീഴിലായ കാലത്ത് അത് കഴിഞ്ഞ കൊല്ലം എറണാകുളത്ത് ഞാൻ ആ സംസ്ഥാന കായികമാണെന്ന് ഞാൻ എറണാകുളത്തുണ്ട്. എറണാകുളത്തെ കായികമേഖലയിൽ ഈ കോഴിച്ചാലിന്റെ കുട്ടികൾ ഏറ്റവും വലിയ ഒരു കുതിപ്പ് നടത്തി. ആ കുതിപ്പിനെ നമ്മുടെ പ്രിയപ്പെട്ട ഒളിമ്പിക് മാതൃസാറിന്റെ കരങ്ങളും ഉണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ അന്നൊക്കെ ഈ ഒരു വിദ്യാലയത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ശ്രീനിവാസ മാസ്റ്റർ എല്ലാവരെയും ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു ഹെഡ്മാസ്റ്ററിന്റെ നേതൃത്വമാണ്.
അത് അദ്ദേഹം നല്ല രീതിയിൽ നിർവഹിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ഒരു വിദ്യാലയത്തിൽ നിന്നും അദ്ദേഹത്തിന് വലിയ രീതിയിൽ റോഷിയുടെ പറഞ്ഞതുപോലെ വലിയൊരു നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകി അദ്ദേഹത്തെ ആദരിക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു. സ്കൂളിൽ സ്കൂൾ കമ്മിറ്റി അത് നേരത്തെ ആലോചിക്കുകയും ഒരു വാർഷികവും കലാപരിപാടിയും ഒക്കെ നടത്തി ഒരു വ്യക്തിയുമായ ഒക്കെ ഉത്തരവുണ്ട്. താങ്കൾ 8 മാസമായിരുന്നു. താങ്കളുടെ കാര്യമായ പ്രവർത്തനം ഇവർ ചെയ്യാൻ കഴിയില്ലെങ്കിലും വന്ന് ജാതികളുടെ ആഴ്ചയിൽ കൂടെ പല മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നു. ധീരമായ നിലപാടുകളോട് കർക്കശമായ നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ നാട്ടിലുള്ളതായ ആളുകൾക്ക് ഞങ്ങൾ ഒരു ബേസിക്കുന്നവരാണ്. ഇവിടെ തലശ്ശേരി ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ ഞാൻ B.Ed ഞാൻ നമ്മുടെ സാറും ഒന്നിച്ചിരുന്ന എനിക്കന്ന് 47 വയസ്സ് പ്രായമുണ്ട്. 47 വയസ്സ് പ്രായത്തിൽ ആരും വിചാരിച്ച് പോകാറില്ല. അന്ന് 120 കുട്ടികളായിരുന്നു ആ കോളേജിലുണ്ടായിരുന്നു, B.Ed കോളേജിലുണ്ടായിരുന്നു. അത് 20 ആളുകൾ ടീച്ചേഴ്സാണ്. ആ 20 ടീച്ചേഴ്സിന്റെ കോട്ടയം ഉണ്ടായിരുന്നു. 100 കുട്ടികളും 20 ടീച്ചേഴ്സ്. ഓരോ വിഷയം കണക്ക്, സയൻസ്, ഹിന്ദി, സംസ്കൃതം, സോഷ്യൽ സ്റ്റഡീസ്, മലയാളം, ഓരോ വിഭാഗത്തിനും നമ്മുടെ ആ ഒരു സംഘാടകത്തിന്റെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമാണ് നമ്മുടെ നാടിന്റെ ശ്രീനിവാസൻ സാറിന് വളരെ സ്നേഹോന്നതമായ ഒരു യാത്ര നമ്മുടെ നാട്ടുകാരുടെ നമുക്ക് പാർട്ടി നടത്തുകയും നൽകുകയും ചെയ്യാറുണ്ട്. ആ ഒരു യോഗം സംഘാടകരുടെ നമ്മൾ നിയോഗിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള എല്ലാ ആളുകൾക്കുമുള്ള ശ്രീനിവാസൻ സാറിന്റെ ഒരു യാത്രയാണ് നമുക്ക് പറയാൻ സാധിച്ചത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീനിവാസൻ സാർ കോൺഗ്രസിന്റെ അധ്യാപക സമിതിയുടെ എത്രത്തോളം കരുത്തനായ ഒരു പ്രവർത്തകനാണ്, എത്രത്തോളം കരുത്തനായ ഒരു നായകനാണ്. കെ ശ്രീനിവാസൻ മറുപടി പ്രസംഗം നടത്തി. ഞാൻ അതിഥിയാണ്. കുറഞ്ഞ മാസങ്ങളിൽ മാത്രം കോഴിച്ചാലിൽ എത്തിപ്പെട്ടത്. നേരത്തെ കോഴിച്ചാൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു അപരിചിതത്വം ഉണ്ട്. നാട്ടുകാരുമായി വളരെ സുതാര്യമായി ഇടപെടാനുള്ള സമയവും സാവകാശവും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് തിഥി അറിയിക്കാതെ വരുന്നതല്ല, അതിഥിയാണ്. തിഥി അറിയിക്കാതെ വരുന്ന അതിഥിയെയാണ് ആദരിക്കുന്നത്. ആ അതിഥിദേവം സഹായിക്കുന്ന സൂക്തം സാർത്ഥകമാക്കിയ ഏറെ ധന്യമായ ഒരു ചടങ്ങാണ് എന്ന് അഭിമാനത്തോടെ ഉൾക്കൊള്ളുകയാണ്. സാധാരണ അതിഥിയെ ക്ഷണിക്കുന്നതറിയാം. റോഷിമാസിന്റെ വീട്ടിൽ ക്ഷണിച്ചു വന്നു. അദ്ദേഹമാണ് അതിഥി എന്നുള്ളത് അത്ര വ്യതിയാനത്തിലേക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ പല കുടുംബത്തേക്കാൾ പരിപാടികളും പലരെയും ക്ഷണിക്കുമ്പോൾ ഗൃഹപ്രവേശനത്തിൽ കളർ കൊടുക്കും, അത് രേഖപ്പെടുത്തും, അത് ഗസ്റ്റല്ല ഗോസ്റ്റാണ്. ഗസ്റ്റ് അതിഥി എന്ന് പറയുന്നത് വിധി അറിയിക്കാതെ ആഗ്രഹിക്കുമ്പോൾ അവരെ പൂജിക്കുക എല്ലാവരുടെ ആശയമായിട്ട് സംസാരം അത് കൊണ്ടാടിയവരായ വേറെന്നാണ്. അപ്പൊ അതിന്റെ ഒരു ചിത്രമാണ്, യഥാർത്ഥമായ ചിത്രമാണ് എനിക്കിവിടെ അനുഭൂതമായത് എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് കുറിച്ച അപരിചിതമാണെങ്കിലും എന്റെ പിതാവിനെ സംബന്ധിച്ച്, എന്റെ നാടിനെ സംബന്ധിച്ച് ഈ പ്രദേശം നമ്മുടെ രക്തബന്ധത്തിലല്ല. കാരണം നിത്യദാരിദ്ര്യത്തിന്റെ തീഷ്ണതയിൽ നിത്യവിധാനത്തിന് വകയില്ലാതെ വന്നപ്പോൾ
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.